അവള് മിറർ പോലുള്ള എന്തോ ഒരു ഒബ്ജക്റ്റ് പുറത്തെടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ഇപ്പോൾ ഒരു രൂപം പുറത്തേക്ക് വരികയാണ്. ഈ രൂപത്തോട് ഒരുപാട് അഭിപ്രായങ്ങൾ വിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൾ ഓരോരോ ഡിസിഷൻ എടുക്കാറുള്ളത്. അവളിപ്പോ പുറത്തേക്ക് വന്നിട്ട് ആ കോട്ടയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൊന്നുകളയും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിന് മാത്രം അവള് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യത്തിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരു ടവറിലേക്ക് അവളെ കൊണ്ടുവന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വിച്ചിന്റെ ഭരണമാണ് ആ നാട്ടിൽ നടക്കുന്നത്. സോ ആ ഒരു നാടിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശം തന്നെയാണ്. എല്ലാ നല്ല കാര്യങ്ങളും ഇവള് ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നു പോവാണ്. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വളർന്നിട്ട് വലിയൊരു പെൺകുട്ടിയായിട്ടുണ്ട്. അവൾ ഇപ്പോഴും ആ ഒരു ടവറിന്റെ ഉള്ളിൽ തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ രാജകുമാരെ അടച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സെല്ലിന് തൊട്ടു മുന്നില് മറ്റൊരു സെല്ലുണ്ടായിരുന്നു. ഒരു ദിവസം പടയാളികള് അവിടേക്ക് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അടച്ചു വെക്കുകയാണ്. ആ പെൺകുട്ടിക്ക് നമ്മുടെ ഹീറോയിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് അത്ഭുതമാവുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജകുമാരി മരിച്ചുപോയെന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചിരുന്നത്. അവരെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു രാജാവിന്റെ മകള് അവൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഇവളെപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള ഒരുപാട് പെൺകുട്ടികളെ ആ വിച്ച് ഇതുപോലെ തന്നെ തടവിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പെൺകുട്ടി നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ്.